ഗൈസ്, അപ്പം നമ്മളിന്ന് ആറ്റിങ്ങ മാർക്കറ്റിലോട്ട് പോവുകയാണ്. അപ്പം ഞാനും കറമ്പിക്കുട്ടിയും അപ്പവും കുട്ടും ഒക്കെ ആയിരുന്നു. അപ്പം നമുക്കൊരു ചെറിയൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കല്യാണത്തിന് പോയിട്ടാണ് മാർക്കറ്റിലോട്ട് കയറുന്നത്. അപ്പം ഞാനും കറമ്പിക്കുട്ടിയും കൂടെയാണ് മുമ്പേ നടക്കണം. അപ്പോൾ മാർക്കറ്റ് എന്ന് പറയുമ്പം നമ്മൾ ആറ്റിങ്ങ മാർക്കറ്റാണ്. അപ്പോൾ ഇവിടെ ഒരുവിധമുള്ള എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ ഇതിന് മുമ്പ് മാർക്കറ്റിലോട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞു. അതിനുശേഷം നമ്മളിവിടെ ഒരു മാവേലി സ്റ്റോറെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ബിഗ് ബസാറുണ്ട് ആറ്റിങ്ങൽ. അപ്പോൾ ആ ബിഗ് ബസാറിലോട്ട് കയറിയപ്പോൾ എനിക്ക് തേയിലയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ തേയിലയൊക്കെ എടുക്കാനായിട്ടാണ് കയറിയത്. അപ്പോൾ AVTയുടെ തേയില എടുത്തപ്പോൾ കറമ്പി പറഞ്ഞു, അമ്മ AVTയുടെ തേയിലയും കാര്യം കണ്ണൻ ദേവൻ്റെ തേയില എടുക്കാം. പിന്നെ കണ്ണൻ ദേവൻ്റെ തേയില നോക്കി. അപ്പോൾ ആ ചുമന്ന തേയില എന്ന് പറയുമ്പോൾ സ്ട്രോങ്ങും മറ്റേത് ക്ലാസിക്കൽസ് എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പം ഈ ചുമന്ന തേയിലയാണ് ഞാൻ എടുത്തത്. സ്ട്രോങ് തീരെ തേയിലയാണ് എടുത്തത്. മറ്റേ ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അത് ഉപയോഗിക്കണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ കറമ്പിക്കുട്ടി പറഞ്ഞു കറമ്പിക്കുട്ടിക്ക് എന്തരായാലും സ്ട്രോങ് ടീ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അത് എടുത്തു. പിന്നെ ഇങ്ങോട്ടൊക്കെ എല്ലാ സാധനങ്ങളും ഒന്ന് നോക്കി കേട്ടോ. അമ്മക്കൊക്കെ നോക്കാനേ പറ്റുള്ളൂ, വലിയ പൈസയൊന്നും ഇല്ല. അതുകൊണ്ട് നമ്മൾ എല്ലാ സാധനങ്ങളൊക്കെ ഒന്ന് നോക്കി. അപ്പം നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ നല്ല എമൗണ്ടൊക്കെയാണ് കേട്ടോ. അപ്പം പിന്നെ നമ്മളതൊന്നും എടുത്തില്ല. നമ്മൾ ജസ്റ്റ് നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രം നമ്മളൊന്ന് എടുക്കാമെന്ന് കരുതിയാണ് കയറിയത്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു പേസ്റ്റ് എടുക്കണം. അപ്പോൾ KP നമ്പൂതിരിയുടെ പേസ്റ്റ് തേച്ചതിന് ശേഷം എനിക്ക് പല്ലിന് കേടില്ല. മറ്റേ എപ്പോഴും പല്ല് ഭയങ്കര കേടാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് KP നമ്പൂതിരീസിൻ്റെ പേസ്റ്റ് എടുത്താൽ മതി. അതപ്പോൾ പല്ലിനൊന്നും കുഴപ്പമില്ല. കുറേ നാളുകൊണ്ട് എനിക്ക് പല്ല് വേദന ഇല്ല. അങ്ങനെ നമ്മൾ അതൊക്കെ എടുത്തു. പിന്നെ നമ്മൾ അവിടെ നിന്ന് എല്ലാ സാധനങ്ങളും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് കരുതി. എന്തെങ്കിലുമൊക്കെ മറന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. പിന്നെ വിലയൊക്കെ നോക്കിയൊക്കെ എടുക്കാമെന്നൊക്കെ കരുതി നമ്മൾ ജസ്റ്റ് എല്ലാ സാധനങ്ങളും ഒന്ന് നോക്കി. ഞാനും കറമ്പിക്കുട്ടിയും നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ളതൊക്കെ 3-4 ഐറ്റം മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ഞാനിവിടെ കറമ്പിക്കുട്ടിയുടെ അടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞ് പെൻസിലും സ്കെയിലൊക്കെ കാണും, അതൊന്നും എടുക്കരുത്. അതൊക്കെ എടുത്താൽ നമുക്ക് കൊടുക്കാനുള്ള പേയ്മെൻറ്റ് ചിലപ്പോൾ നമ്മളെ കൈ കണ്ടെന്ന് വരില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവളതൊന്നും എടുത്തില്ല. അപ്പോൾ ഞാൻ എന്തായാലും എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് എല്ലാവരും ഏത് സൂപ്പർ മാർക്കറ്റിലായാലും അല്ലെങ്കിൽ ബിഗ് ബസാറിലായാലും എവിടെ കയറിയാലും എല്ലാം ഒന്ന് ജസ്റ്റ് നോക്കില്ല. അപ്പം ഞാനും എല്ലാം കൂടെ ഒന്ന് നോക്കാമെന്നൊക്കെ കരുതി. അപ്പോൾ പതിമുഖത്തിൻ്റെ വെള്ളത്തിൻ്റെത് എടുക്കാനെന്ന് കറമ്പിക്കുട്ടി പറഞ്ഞു. പിന്നെ ഞാൻ അത് എടുത്തില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, ചില വെള്ളം നമ്മൾ ഈ ചൂടാക്കുമ്പോൾ ചിലപ്പം പിടിച്ചെന്ന് വരത്തില്ല. ചില വെള്ളം കുടിക്കുമ്പോൾ ഒരുമാതിരി കയ്പ്പ് കണക്കൊക്കെ തോന്നും. ഞാൻ ചൂടുവെള്ളമാണ് കൂടുതൽ അവരൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് വേണ്ട, നമുക്ക് ചൂടുവെള്ളം മതി. പിന്നെ അച്ചാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ അച്ചാറിൻ്റെയൊക്കെ വില കൂടുതലാണ്. അപ്പോൾ ഞാൻ അച്ചാർ ജസ്റ്റ് ഒന്ന് നോക്കി. ഞാൻ കൂടുതൽ അച്ചാർ വാങ്ങിക്കുന്നത് ഞാൻ ഇനി പോകുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. മഠത്തിൽ നിന്നാണ് കൂടുതൽ അച്ചാർ വാങ്ങിക്കണം. മഠത്തിലെ അച്ചാർ ബ്രാഹ്മണരിടുന്നതാണ്. അപ്പോൾ അത് പണ്ടേ ഉള്ള എൻ്റെ കൊച്ചിലെ നാൾ തൊട്ടേ അവർ അച്ചാർ ഇടുന്നതാണ്. അവിടുത്തെ അച്ചാർ നല്ല ടേസ്റ്റാണ്. നമുക്ക് വീട്ടിലെ അച്ചാറായതുകൊണ്ട് വേറെ ഒന്നും അതിൽ ചേർക്കുന്നതുമില്ല. നമുക്ക് നല്ല ഒരു കഴിക്കാനായാലും അല്ലെങ്കിൽ കൊടുത്തു വിടാനായാലും നല്ലതാണ്. അപ്പോൾ നമ്മളെ പർച്ചേസൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നമ്മളിനി ബില്ലൊക്കെ ചെയ്ത് പുറത്തിറങ്ങി. അപ്പം നമ്മളെ ഇന്നത്തെ ഒരു കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ബ്രെഡും ഓംപ്ലേറ്റും കൂടെയൊക്കെയാണ് കഴിച്ചത്. വൈകിട്ട് നേരത്തെ ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ അപ്പുക്കുട്ടി വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോയും കൂടെ ഞാൻ അതിലോട്ട് ആഡ് ചെയ്തു. അപ്പം നമുക്കിനി ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.